കുറേ കാലമായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കേട്ടോ. കൃത്യമായിട്ട് പറഞ്ഞാൽ 9 മാസമായി. ശരിക്കും പറഞ്ഞാൽ 9 മാസമായി എന്ന് ഞാനും ഇപ്പം നോക്കുമ്പോഴാട്ടോ മനസ്സിലാവുന്നത്. പക്ഷേ ഷോർട്ട് വീഡിയോസ് ഇടാറുണ്ട് കേട്ടോ. എന്നാലും കുറേ ആൾക്കാർക്ക് ഇപ്പോഴും ചോദിക്കലുണ്ട്, എന്താ യൂട്യൂബ് നിർത്തിയോ, വീഡിയോ ഒന്നും കാണലില്ലല്ലോ എന്ന്. അപ്പോൾ ഷോർട്സ് ഇടലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ചിന്നുവിൻ്റെ സേവ് ദ ഡേറ്റ് മുതൽ കല്യാണം കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടിലേക്ക് വിരുന്നിന് പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. വലിയ വീഡിയോ ആയിരുന്നു, പക്ഷേ ഞാനത് കട്ട് ചെയ്ത് എൻ്റെ മാക്സിമം പറ്റാവുന്ന രീതിയിൽ ചെറുതാക്കിയിട്ടുണ്ട്. ഒറ്റ വീഡിയോ ആക്കി എടുത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്കതൊരു മെമ്മറി അല്ലേ. അപ്പോൾ കുറേ വർഷം കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോഴും ഒരു വീഡിയോ മാത്രം എടുത്ത് നോക്കിയാൽ മതിയല്ലോ, കുറേ വീഡിയോ നോക്കണ്ടല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഉള്ളത് കരിയാത്തുംപാറയാണ് കേട്ടോ. സേവ് ദ ഡേറ്റ് എടുക്കാൻ വന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഡ്രസ്സാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് എന്തായാലും ഒരു നാടൻ രീതിയിൽ സാരി ആവാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു ജീൻസും ടോപ്പുമാണ്. അത് കഴിഞ്ഞിട്ടൊരു ചുരിദാറും. കുറച്ച് മുന്നോട്ട് ബോഡി മാത്രം തല മതി. അതിന് കണ്ണു പിടിക്കുക രണ്ടാൾ ഒരേ ആംഗിളിൽ ഇഷ്ടപ്പെട്ട മരം അതിനെ വയ്ക്കും. ഞാൻ നോക്കിയേ നല്ല സ്മൈൽ ചെയ്തേ. ഓക്കെ കിടക്കണ്ട ചോറ് എന്നിട്ട് കിടക്കണം. ഫേസ് ഒക്കെ ആ കൈ രണ്ട് പൊക്കിയ രണ്ടാള് കയ്യിലായിക്കോ. ഓക്കെ നല്ല സ്മെൽ ചെയ്ത അപ്പം നോളെ നോക്കിയാ. ഓക്കെ നല്ല സ്മെൽ, ക്യൂട്ട് സ്മെൽ. തിരിച്ചോടി അവൻ്റെ ഷോളിലേക്ക് കിടന്നോ. ആ ഓക്കെ അപ്പോൾ ഓനെ വയ്ക്കും. നീ താഴേക്ക് വയ്ക്കുക, നിന്റെ കയ്യിലേക്ക് വയ്ക്കുക. നമുക്കൊന്നൊരു ഫേസ് ചെയ്തൊക്കെ എന്താണ് നല്ല ഫോട്ടോ ആണ്. ചിരിച്ചോ ചിരിച്ചോ രണ്ടാണ് അടുത്ത ഡ്രസ്സ് മാറ്റാൻ പോവാ. ചിന്നങ്ങോട്ടൊക്കെ ആളെ കാലുമേൽ ഇരിക്കാൻ പറ്റും. അപ്പുറം തൊപ്പി കുറച്ച് നോക്കിയാ.
ചിന്നു 3ാമത്തെ ഡ്രസ്സ് മാറാൻ വേണ്ടി പോയതാട്ടോ. ആ സമയത്ത് നമ്മളെ ഫോട്ടോഗ്രാഫർ പറഞ്ഞു ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തോ, ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തു തരാമെന്ന്. അത് കേൾക്കേണ്ട താമസം ഞാൻ ചറ നിന്ന് കൊടുത്തു. ലാസ്റ്റ് ആയപ്പോഴേക്കും ഞാൻ നന്നായിട്ട് ടയേർഡായി കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് അപ്പുറത്തേക്ക് കടക്കാനുള്ളൊരു ശക്തിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇപ്പുറം ഇരുന്നിട്ട് ഇതൊക്കെ ഒന്ന് നോക്കിക്കാണാമെന്ന്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന കല്യാണ ദിവസമാണ്, കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് ഇന്ന് കേട്ടോ. പിന്നെ ഇന്ന് കുറേ ആൾക്കാരുണ്ടാവും നമ്മളെ വീട്ടിൽ. പിന്നെ നമുക്ക് സ്റ്റേജ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് എൻ്റെ കസിനാണ് കേട്ടോ, എൻ്റെ ബ്രദറാണ്. ഈ സ്റ്റേജ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ. എലഗൻറ്റ് ഇവൻറ്റ്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ, നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ അതിനനുസരിച്ച് ചെയ്തു തരും കേട്ടോ. അപ്പം നമ്മൾ ആവശ്യപ്പെട്ട രീതിയിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കണ്ടിട്ട്. പിന്നെ അതേപോലെ തന്നെ ചിന്നു വളരെ വില കൂടിയൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെയാണ് അവളെ അണിയിച്ചൊരുക്കാൻ വേണ്ടി റെഡിയാക്കിയിട്ടുള്ളത്. മേക്കപ്പിൻ്റെ ഒരു ABCD അറിയാത്ത ഒരാളെ. അതുകൊണ്ട് ഇത് വേറെ ആർക്കും കിട്ടൂല കേട്ടോ. ഇങ്ങനെ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ആരും അന്വേഷിക്കേണ്ട. ഇനി ഞാൻ കാണിക്കുന്നത് ഞാൻ ചിന്നുവിന് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതാണ്. അതിലും കൂടുതൽ എന്തൊക്കെയോ കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരവസ്ഥ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അതിലൊതുക്കി. ഇനി സമയം കിടക്കുന്നുണ്ടല്ലോ നമുക്ക് മുന്നിൽ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചിന്നു തലേന്ന് ഉണ്ടായിട്ടുള്ള പാർട്ടിയുടെ അന്നത്തെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഇതാണ്. പിന്നെ കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മൈലാഞ്ചി ഇട്ടിട്ടുള്ള ആളെ ഞാൻ ഇതിൽ കാണിക്കാം കേട്ടോ. പിന്നെ അപ്പോൾ ഉച്ചയ്ക്കൊരു 12 മണിക്ക് തുടങ്ങിയതാണ്, 2:30ക്കാണ് കഴിഞ്ഞത്. അപ്പോൾ അതിന് ശേഷം ഞാനും ചിന്നുവും കൂടെ ഭക്ഷണം കഴിച്ചു. പിന്നെ അതിനുശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ റെഡിയാവാൻ വേണ്ടി പോയി. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതെൻ്റെ ആരാന്ന് വിചാരിക്കും. ഇതെൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോളാണ്. അച്ഛൻ്റെ അനിയനാണ് ആയിരിക്കുന്നത്. പിന്നെ ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നേ തലേന്നുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ലെങ്തി ആയിട്ടാണുള്ളത്. അപ്പോൾ എഡിറ്റ് ചെയ്യാനും പാടാണ്. പിന്നെ അതുമാത്രമല്ല, വീഡിയോ ഭയങ്കര ലെങ്തി ആയാൽ കാണുന്ന ആൾക്കാർക്കും ഭയങ്കര ബോറടി ആയിരിക്കും. അപ്പോൾ ഞാൻ മാക്സിമം ആൾക്കാരെയൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കുറേ ആൾക്കാരതിൽ മിസ്സായിട്ടുണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാരെ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കുറേ ആൾക്കാർക്ക് ആ കട്ട് ചെയ്തതിലങ്ങ് പോയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ തലേന്ന് മാത്രമല്ല പിറ്റേന്നും കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇതൊക്കെ ചിന്നുവിൻ്റെ ഫ്രണ്ട്സാണ്, ഇതൊക്കെ റിലേറ്റീവ്സാണ്. പിന്നെ ഞാനിപ്പോൾ നിങ്ങൾക്ക് മൈലാഞ്ചി ഇട്ട മൊഞ്ചത്തിനെ കാണിച്ചു തരാം കേട്ടോ. അതെ, ഈ ആളാണ് കേട്ടോ മൈലാഞ്ചി ഇട്ട് നല്ല ഭംഗിയാക്കിയത് ചിന്നുവിൻ്റെ കൈകൾ. ഉച്ചയ്ക്ക് നല്ല പായസവും സദ്യയൊക്കെ ആയിരുന്നു. രാത്രി നെയ്ച്ചോറും ചിക്കനാണ് ഭക്ഷണത്തിന്. ഇത് തലേന്ന് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ പെങ്ങൾ കൊണ്ടുവന്ന പുടവയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങോട്ടേ അങ്ങനെയൊക്കെയാണ്. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പുടവയാണ് നമ്മൾ പിറ്റേ ദിവസം കൊടുക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. ഇനി നിങ്ങൾക്ക് നമ്മളെ കല്യാണ പെണ്ണിൻ്റെ യഥാർത്ഥ സ്വഭാവം ഇപ്പം കാണിച്ചു തരാം കേട്ടോ. എല്ലാം പൊളിക്കാനായി ഇളവടി സഹായിക്കാനായി ഇത് പൊളിച്ചത് ഓൾറെഡി. ഇങ്ങനെ പൊളിക്കല്ലേ വാങ്ങിക്കോളൂ. നോക്ക് പുറത്താക്കിയതാ പൊളിച്ചതാ. എന്റെ പൊളിക്കുന്ന കാണില്ലേ? ഇനി പൊളിക്കാനൊന്നുമില്ല. ഇങ്ങനെ തന്നെ എടുത്തു.
എന്നെ ചിക്കൻ എന്തെല്ലാം കിട്ടിയില്ലേ വണ്ടി എങ്ങനെ ഓർമ്മ ഒരു പാവനെ കിട്ടിയ ഓ ഇതെന്താ കണ്ണാടി പൊട്ടിപ്പോയിക്കണോ ആ പൊട്ടിക്കൊന്നുമില്ല അത് അതില് അമർത്തിയിട്ട് ഇതില് ഒരു ഭൂരിഭാഗം ഫോട്ടോസ് ആയിരിക്കും. നാവെടുത്ത് വളയ്ക്കുന്നതുണ്ടോ അതല്ല അല്ലേ? ഞാൻ അതിനെ ഊഞ്ഞാലെടുത്ത ഫോട്ടോ കാണിക്കൂ ഊഞ്ഞാലാടുന്ന ഫോട്ടോ ഇങ്ങോട്ട് കാണിക്കൂ ചിന്ന ക്യാമറയ്ക്ക് കാണിക്കൂ. ഞാൻ ഗിഫ്റ്റ് വാങ്ങാൻ നാളെ അമ്മക്ക് വിളിക്കാം ഇല്ല എല്ലാം വീഡിയോ എടുത്ത് വെക്കാം ഇതിനിടയിൽ പുറത്ത് നല്ല ഗാനമേളയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് അച്ഛൻ്റെ പെങ്ങളെ മോനാണ്, പിന്നെ അച്ഛൻ്റെ പെങ്ങളെ മോള് പാടുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ പാട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, കരോക്കെ ആയതുകൊണ്ട് മ്യൂസിക്കിന് എന്തായാലും കോപ്പിറൈറ്റ് കിട്ടുമല്ലോ. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു കല്യാണ ദിവസം വന്നു. അപ്പോൾ ഇതാണ് പുടവ, പിന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ എല്ലാം ചിന്നു ഭയങ്കര സിമ്പിളായിട്ട് മതി, അങ്ങനത്തെ ഭയങ്കര ഓവറായിട്ടുള്ള പുട്ടി അടിച്ച പോലത്തെ മേക്കപ്പ് ഒന്നും വേണ്ട എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് നമ്മൾ അത്രയും സിമ്പിളായിട്ട് ഒരു നാടൻ പെൺകുട്ടിയായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. പിന്നെ എനിക്ക് മൊത്തത്തിൽ എനിക്ക് നല്ല ഇഷ്ടമായി. എന്ന് വെച്ചാൽ മുടി അഴിച്ചിടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ടിപ്പിക്കലി ഇങ്ങനെ മുടി ഇങ്ങനെ കെട്ടിയിട്ടിട്ടല്ലേ മുല്ലൊക്കെ വെക്കുന്നത്, അപ്പോൾ ഒന്ന് അഴിച്ചിട്ട് നോക്കാമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല മുടിയാണ്, അപ്പോൾ അതുകൊണ്ട് അഴിച്ചിട്ടിട്ട് അതൊരു ഭംഗിയിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ സാരി ഉടുപ്പിച്ചത് അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയാണ്, അതും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും പേടിക്കണ്ട.
ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ടാസ്ക്കാണ്. എന്താ വെച്ചാൽ ഒന്ന് ഇറങ്ങുന്ന വീഡിയോ എടുക്കണം, ഇവളോട് ശരിക്കും യാത്ര പറയാനും പറ്റില്ല. എന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കല്യാണത്തിൻ്റെ ആലോചിക്കുമ്പോഴേ എനിക്ക് അപ്പോഴേ എനിക്ക് സങ്കടവും കരച്ചിലും വരും. അപ്പം ഈ കാണുന്ന പോലെ ചിരിയും കളിയൊന്നും അല്ലായിരുന്നു കേട്ടോ. കാറിൽ കയറിയിട്ട് ചിന്നു ഭയങ്കര കരച്ചിലായിരുന്നു. കാറിൽ കയറി ഇരുന്നിട്ട് കുറേ കഴിഞ്ഞ് വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും കരയുമായിരുന്നു. ഞാനും ചിന്നു നല്ലോണം കരഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടം, എനിക്കത് ഓർക്കുമ്പോഴേ ഭയങ്കര സങ്കടം. എന്താ വെച്ചാൽ ഇനിയൊന്നും പഴയ പോലെ അല്ലല്ലോ എന്നുള്ള എന്തോ അത് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. അനിയത്തിമാരുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും. എനിക്കാണെങ്കിൽ കുറേ അനിയത്തിമാരും, അതുകൊണ്ട് ഭയങ്കര സങ്കടമാണ്. ചിന്നു പോയി കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മളെല്ലാവരും വിരുന്നിന് പോവുകയാണ്. എൻ്റെ ആങ്ങളേൻ്റെ ഭാര്യയാണ് പോകുന്നത്, പാറു. അപ്പം എല്ലാവരും കൂടെ ഈ ബസ്സിനാണ് പോകുന്നത്. ഈ ചുരിദാർ എങ്ങനെയുണ്ട്? ഇതെനിക്ക് ചിന്നു വാങ്ങിച്ചു തന്നതാട്ടോ കല്യാണത്തിന്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒന്നാണ്. ചിന്നുവിൻ്റെ അതുലിൻ്റെ വീട് ഞാൻ വിചാരിച്ചു ഇവിടെ അധിക ദൂരം ഉണ്ടാവില്ല, വടകര അവിടെ അടുത്തൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ പോയപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മളെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. അങ്ങനെ ചിന്നുവിൻ്റെ വീട്ടിലെത്തി. ഇതാണ് അതുലിൻ്റെ വീട്. ചിന്നു അതുലും കൂടെ അതിലെ നടന്ന് വരുന്നുണ്ട്. നോക്കുമ്പോൾ ചിന്നു ഇപ്പോൾ കരയുക കേട്ടോ. അയാൾ എല്ലാവരെയും കൂടെ കണ്ടപ്പോൾ ഭയങ്കര കരച്ചിലാണെന്ന് പറഞ്ഞു. നല്ല ഡ്രസ്സ് അല്ല, എനിക്ക് ഈ ലാവൻഡർ കളറ് നല്ല ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട് ചിന്നുവിനത് ഇട്ടിട്ടും. അപ്പോൾ അതേ നടന്ന് വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം കരയുന്നത്. അപ്പോൾ ഇവൾ കരയുമ്പോൾ എൻ്റെ അടുത്ത് കരഞ്ഞു. ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പിടിച്ചതാണ്. നമുക്ക് ഭക്ഷണം കഴിച്ചാൽ അത് ഇട്ട് ചുരിഞ്ഞു. ഭക്ഷണമൊന്നും കഴിക്കുന്നത് പിന്നെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച്
തിരക്കിലായിപ്പോയി. അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. ബസ്സിൽ കയറിയിരുന്നു, യാത്ര പറഞ്ഞ് പോവുകയാണ്. ചിന്നുവിടെ ഒന്ന് ടാറ്റ പറയുന്നുണ്ട്. അപ്പോൾ ചിന്നുവിന് ഒരിക്കൽ കൂടെ, ചിന്നുവിനും അതുലിനും ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള ഒരു ജീവിതമായിരിക്കട്ടെ മുന്നോട്ടുള്ളത്. എല്ലാവിധ ആശംസകളും നേരാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം കൂടെ പറയട്ടെ. ഈ തുള്ളി കളിക്കുന്നതാട്ടോ ചിന്നുവിൻ്റെ ഒരേ ഒരു ആങ്ങള. ചിന്നു പോയ വിഷമത്തിൽ സന്തോഷിക്കുക. അപ്പോൾ അതും കൂടെ അവിടെ കിടക്കട്ടെ, ഒരോർമ്മയല്ലേ അതൊക്കെ. അങ്ങനെ ഒരിക്കൽ കൂടെ ചിന്നുവിനും അപ്പൂനും ബെസ്റ്റ് വിഷസ്.